അറിവിന്റെ സാഗരം ഗുരുസാഗരം. പിണ്ടനന്ദി എന്ന് പറയുന്ന കൃതിയെ നമുക്ക് കർണാടക സംഗീതത്തിലൂടെ അവതരിപ്പിക്കാം. ഏതിലാണ് നിങ്ങളത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഹംസാനന്ദി രാഗത്തില്. ഹംസാനന്ദി രാഗത്തിലെ പ്രശസ്തമായ ഏതെങ്കിലും പ്രശസ്തമായ ഒരു ചലച്ചിത്ര ഗാനമുണ്ട്, ഏതാണ്? ക്ലാസ്മേറ്റ്സ് ഫിലിമില് കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ. ശരി ശരി. അപ്പോ എല്ലാവർക്കും അത് കേട്ട് പരിചയമുള്ളതാണ്, കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ എന്നുള്ള പാട്ട് അല്ലേ? അപ്പോ ഹംസാനന്ദിയിലാണ് നമ്മൾ പിണ്ടനന്ദി പാടുന്നത്. അപ്പോ പിണ്ഡത്തിന്റെ നന്ദി എന്ന് പറയുന്നാൽ എന്താണ്? പിണ്ഡം എന്ന് പറയുന്നത് ഒരു ജഡവസ്തുവാണ് അല്ലേ? ഭാരം എന്നൊക്കെ നമ്മൾ ഫിസിക്സിൽ പറയുന്ന ഭാരം, പിണ്ഡം. അത് നന്ദി പറയുകയാണ്. ആർക്ക്? അതിനെ സൃഷ്ടിച്ചവനോട് നന്ദി പറയുകയാണ്. എപ്പോഴും ദൈവത്തോട് ഭക്തി ഇല്ലാത്തവരുണ്ട്, ഭക്തി ഉള്ളവരുണ്ട്. എപ്പോഴാണ് നമുക്ക് ഭക്തി ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എന്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാകുന്നത്? ശരിക്കും ദൈവത്തിൽ നിന്ന് നമുക്ക് ഭക്തി ഉണ്ടാകുന്ന, സാധാരണഗതിയിൽ എല്ലാവരും പറയും ദൈവം നമ്മൾ പ്രാർത്ഥിച്ച കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടൊരു ഭക്തി ഉണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നമുക്ക് സ്നേഹം വേണ്ടേ അല്ലേ? ആ ദൈവം അറിയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. നമ്മുടെ എല്ലാ കാര്യവും ആ ദൈവത്തോടായിരിക്കും പറയുക അല്ലേ? നമ്മൾ മനുഷ്യരോട് ചിലപ്പോൾ അച്ഛനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ പോലും പറയാത്ത പല കാര്യങ്ങളും, നമ്മുടെ മനസ്സിലെ നിഗൂഢമായിരിക്കുന്ന ചില കാര്യങ്ങൾ പോലും അറിയാവുന്ന ഒരേ ഒരാൾ നമ്മുടെ ദൈവമാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ദൈവമാണ് അല്ലേ? എന്താണ് അത്രയും ഒരു വിശ്വാസം ഈ ദൈവത്തോടുണ്ടാകുന്നത്? മറ്റെല്ലാവരും ചിലപ്പോൾ നമ്മളെ ചതിച്ചേക്കാം നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ദൈവം മാത്രം നമ്മൾ എന്ത് ചെയ്യത്തില്ല, ചതിക്കത്തില്ല. കാരണം അത് ഗുരു ഇതിനകത്ത് പറയുന്നതെന്നറിയോ? ഈ ദൈവത്തോട് നമുക്ക് നന്ദി ഉണ്ടായാലേ ശരിയായ ഭക്തി വരത്തുള്ളൂ. എങ്ങനെയാ നന്ദി എന്നറിയാവോ? നമ്മൾ ജനിച്ച കാലമൊന്നും നമുക്ക് ആർക്കും ഓർമ്മയില്ല. നമുക്കൊരു 3-4 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്കുള്ള ഓർമ്മയാണ് നമ്മൾ പറയുന്നത്, അന്ന് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ. പക്ഷേ ഗുരു ഓർത്തെടുത്ത് പറഞ്ഞ എവിടെയാണെന്നറിയാവോ? അച്ഛൻ്റെയും അമ്മയുടെയും ബീജവും അണ്ടവും ചേർന്നിട്ട് അമ്മയുടെ ഗർഭപാത്രത്തില് അത് തമ്മിൽ ചേർന്ന ഒറ്റ കോശമായി മാറിയ ദിവസം, അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന് വളരാൻ തുടങ്ങണമല്ലോ. എല്ലാം അങ്ങനെ പറ്റിപ്പിടിക്കാറില്ല. അപ്പൊ പറ്റിപ്പിടിക്കാനായിട്ട് ഒരാളുടെ സഹായം വേണം അവിടെ. ആ സഹായം ആദ്യം ചെയ്ത ദൈവമാണ്. ഒന്ന് ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളതാണ്, അണ്ടവും ബീജവും കൂടി തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ പറ്റിപ്പിടിച്ച് വളരാൻ അനുവദിച്ചു. ആ സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ജനിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ. അവർ 1-2 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് പരിശോധനകളൊക്കെ നടത്തിയിട്ട് ഒരാളകത്ത് വരുന്നു എന്ന് അറിയുന്നത്. അതിനു മുമ്പേ നമ്മളെ അവിടെ കൽപ്പിച്ച് അവിടെ അങ്ങനെ സ്ഥാപിച്ച് വളർത്തിയെടുക്കാൻ നിശ്ചയിച്ചത് ദൈവമാണ്. ഇവരാരും നിസ്സഹായരായി നിൽക്കുകയാണ്. കാരണം ഗർഭത്തിലിരിക്കുന്ന നമ്മളെ ഡോക്ടർക്ക് പോലും രക്ഷിക്കാൻ സാധിക്കില്ല, അമ്മയ്ക്ക് രക്ഷിക്കാൻ സാധിക്കില്ല, അച്ഛന് രക്ഷിക്കാൻ സാധിക്കില്ല, ബന്ധുക്കൾക്ക് രക്ഷിക്കാൻ സാധിക്കില്ല, കുറെ പണത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ അവിടെ ഇരുത്തി നമ്മളെ വളർത്തി. എങ്ങനെയാണ്? മിഴി പാർത്തുകൊണ്ട് അവിടെ ഇരുത്തി നമുക്ക് ഒരു കുഴപ്പവും വരാതെ നമ്മളെ വളർത്തി പൂർണ്ണ വളർച്ചയെത്തി. നമ്മുടെ എല്ലാ അവയവങ്ങളും വളർന്നു, ആന്തരാവയവങ്ങളൊക്കെ വളർത്തി നമ്മളെ പുറത്തേക്ക് വിട്ടവനാണ് ഈ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തോടൊരു വലിയ നന്ദി വരും അല്ലേ? ആ നന്ദിയിൽ നിന്നാണ് ശരിയായ ഭക്തി വരേണ്ടത്. അപ്പോഴത്തേക്ക് അതൊന്ന് ശരിയായ ഭക്തിയാവും. നമുക്ക് ദൈവവുമായിട്ടൊരു നല്ല കമ്മ്യൂണിക്കേഷൻ വരും. അപ്പൊ ദൈവവുമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കാനും നമ്മുടെ ഭക്തി ശരിയായ റൂട്ടിലേക്ക് തിരിച്ചുവിടാനും വേണ്ടിയിട്ടാണ് ഗുരു ഈ പിണ്ടനന്ദി എഴുതിയത്. മനസ്സിലായോ? അപ്പൊ ഒന്ന് പാടാമോ? ശരി. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടമെ പേരുമൻപൊടു വളർത്ത് കൃപാനുവല്ലി. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടമെ പേരുമൻപൊടു വളർത്ത് കൃപാനുവല്ലി. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങ് ശംഭോ ശംഭോ. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടമെ പേരുമൻപൊടു വളർത്ത് കൃപാനുവല്ലി. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടമെ പേരുമൻപൊടു വളർത്ത് കൃപാനുവല്ലി. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നടിയനൊക്കെയും
അങ്ങ് ശംഭോ മണ്ണും ജലം കനലിനമ്പരമോട് കാറ്റുമിണ്ടി പിടിച്ചറയിലിട്ടെറിയും കൊളുത്തി തണ്ടപ്പെടും ദേവതയിങ്ങൾ നിന്നെ പിണ്ടത്തിനൊന്നു മൃദു നൽകി വളർത്ത ശംഭോ എല്ലാമറിഞ്ഞു ഭഗവാനിവരിന്നെടുത്തു ചൊല്ലിടമോ ദുരിതമൊക്കെ അകറ്റേടി നീ എല്ലാരും ഇങ്ങടിയനൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞിരുന്നേറി വരുന്ന ശംഭോ അറിവിന്റെ സാഗരം ഗുരുസാഗരം